ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ സംസ്ഥാനത്ത് കിട്ടുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് അലർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിനും അപ്പുറത്തേക്ക് മഴ കിട്ടുന്നു, ശക്തമായ കാറ്റ് വീശിയടിക്കുന്നു, ഇടിമിന്നലുണ്ടാകുന്നു. അങ്ങനെ വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെയും മഴക്കെടുതികളൊക്കെ തന്നെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഇത്തരത്തിലൊരു ചേഞ്ച് വരാൻ കാരണം? നമ്മുടെ കാലവർഷത്തിൻ്റെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇടിമിന്നൽ നമുക്ക് കാലവർഷ സമയത്ത് ഉണ്ടാകുന്നൊരു കാര്യമല്ല. നമ്മൾ പ്രീ മൺസൂൺ അല്ലെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെ അല്ലെങ്കിൽ ഒക്ടോബർ ടു ഡിസംബർ വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണിലൊക്കെയാണ് നമുക്ക് ഇടിമിന്നലുകൾ കാര്യമായിട്ടുണ്ടാകാറുള്ളത്. പക്ഷേ അതിപ്പോൾ കാലവർഷ സമയത്ത് നമുക്ക് അസാധാരണമായ രീതിയിൽ ഉണ്ടാകുന്നു. കാറ്റ് സ്വാഭാവികമായിട്ട് മൺസൂൺ സമയത്ത് ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിൻ്റെ ശക്തി കൂടിയിരിക്കുന്നു. 60 കിലോമീറ്റർ വേഗതയിലൊക്കെയുള്ള കാറ്റ് കഴിഞ്ഞ സ്പെല്ലിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. 60 കിലോമീറ്റർ അല്ലെങ്കിൽ 62 കിലോമീറ്ററാണ് നമ്മുടെ സൈക്ലോണിൻ്റെ അകത്ത് ഒരു ചുഴലിക്കാറ്റ് സമയത്ത് നമ്മൾ മിനിമം ഉണ്ടാകുന്ന ഒരു കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തീവ്രതയിലുള്ള കാറ്റ് നമുക്ക് വീശിയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അത് കാലാവർഷത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ട്. നമ്മൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. കാലാവസ്ഥ പ്രതിസന്ധിയുടെ ഒരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ വെതർ ഫിനോമിനാൻസിൽ എക്സ്ട്രീമുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.